ഹലോ ഗൈസ്, അപ്പോൾ കെമിസ്ട്രി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സോ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എഴുതിയെന്ന് വെച്ചാൽ ഈ 1 മാർക്കും പിന്നെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും ഇല്ലേ, അതൊക്കെ അത്യാവശ്യം തിയറിയും പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യമൊക്കെ എഴുതി. അത്യാവശ്യമല്ല, 2-3 ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അത് പിന്നെ ഞാൻ കുറേ ചാപ്റ്ററൊന്നും പഠിക്കാതെയാണ് പോയത്, കാര്യം ടൈമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കെമിസ്ട്രി എനിക്ക് പൊതുവേ പാടാണ്. ഫിസിക്സും മാത്സും ബോട്ടണിയും സുവോളജി എല്ലാം വെച്ച് നോക്കിയാൽ എനിക്ക് കെമിസ്ട്രി ഭയങ്കര പാടാണ്. സോ അത് ഞാൻ കുറച്ചൊക്കെ പഠിക്കാതെ പോയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ ഇല്ലേ, ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂളൊക്കെ, അതൊക്കെ ഞാൻ കുറേ വട്ടം പഠിച്ച സംഭവമാണ്. അപ്പോൾ അതൊക്കെ എഴുതി. പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് എനിക്ക് പാടായിട്ട് തോന്നി. ഇതൊക്കെ ഞാൻ എഴുതിയത് ഞാൻ ഒരുപാട് വട്ടം പഠിച്ചതുകൊണ്ട് ഇതൊക്കെ എഴുതാൻ പറ്റി. അപ്പോൾ ഇത്രയും വരെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഞാൻ ടിക്കൊന്നും ഇട്ടിട്ടില്ല, എനിക്ക് എഴുതാൻ അറിഞ്ഞുകൂടായിരുന്നു. ഇതൊന്നും ഞാനങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. ഇത് ഭയങ്കര പാടൊന്നുമില്ല. പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ എഴുതാമായിരുന്നു. ഇതൊക്കെ മൊത്തം ഓർഗാനിക്കാണ്. അപ്പോൾ ഓർഗാനിക്കൊന്നും ഞാൻ പഠിക്കാതെയാണ് പോയത്, നോക്കാതെയാണ് പോയത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ട് നോക്കിയില്ല ഗൈസ്. അപ്പോൾ എനിക്ക് എക്സാം ഹാളിൽ ഇരുന്ന് ഭയങ്കര റിഗ്രറ്റായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. പഠിച്ചാൽ നല്ലോണം എഴുതായിരുന്നു. ക്രിസ്മസ് എക്സാമിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാതെ പോയതുകൊണ്ട് എനിക്കിത് നല്ലോണം എഴുതാൻ പറ്റിയില്ല. സോ ഞാനിപ്പോൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇനി അടുത്ത മാത്സ് നല്ലോണം പഠിക്കണം. നല്ലോണമല്ല, പുതിയ കോൺസെപ്റ്റ് ഒന്നും എടുത്ത് പഠിക്കാതെ പഴയ കോൺസെപ്റ്റ് റിവൈസ് ചെയ്ത് ഫോർമുലാസൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് പോവുകയാണ് ഗൈസ് മാത്സ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മാത്സിന്.